സ്വാഗതം. ഇന്ന് 1000ന്റെ ഇൻട്രോ ആണ്. 1000ന്റെ ഇൻട്രോയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ചെറിയൊരു മടിയൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്താ ബുക്കോ? ഇതൊക്കെ ഇജ്ജ് പഠിച്ചിട്ടുണ്ടാ? എന്നിട്ട് എനിക്ക് ഇതൊക്കെ പഠിച്ചാനറിയോ? എനിക്ക് വായിച്ചാനറിയോ? അറിയോ? സൂര്യനുള്ളതാ? അത് കടുവ. കടുവ വാച്ച്. അതെന്താ? സീബ്ര. എല്ലാം അറിയാലേ. ഇത് ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ടില്ലേ. രണ്ടെണ്ണോ? 2 ചായക്കടി ഉണ്ടാക്കിയേക്കണ നിങ്ങള്? അംഗനവാടിക്ക് പോകണല്ലേ? കൊരായാലോ? എനിക്ക് കൊരേ മൂക്കൊലിപ്പും കൊരേ. ഓക്കെ, ചെറിയൊരു ജലദോഷം പിടിച്ചോണം. അപ്പോൾ പോണില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ അംഗനവാടിയിൽ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട് അല്ലേ? അംഗനവാടി മീറ്റിംഗ് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് പോയിട്ട് ആ മീറ്റിംഗ് കഴിയുമ്പോൾ ഓളം കൊണ്ട് പോകും. എന്നാൽ ചായ അടിച്ചു അല്ലേ? അച്ഛ ചായ കുടിച്ചാലോ? അച്ഛ ചായ കുടിക്കട്ടെ കേട്ടോ. അമ്മക്ക് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. തൊഴിലുറപ്പിന് പോവാണ്. ചായക്ക് കട്ടി വേറെ. ഇഡ്ഡലി ഉണ്ട്, ദോശ കഴിച്ചാലോ? ദോശ 2 ദോശ 1 ഇഡ്ഡലി. ഞാൻ ഇതൊക്കെ കഴിച്ചാലും അങ്ങാടിയിൽ നിന്ന് ചായ കുടിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് ആ നേരം നമുക്ക് വീണ്ടും വിശക്കുവാണ്. യാത്രയിൽ നമ്മൾ കുറഞ്ഞത് 7 കിലോനടുത്തേക്ക്, അതായത് 6 കിലോന് 6.5 കിലോനൊക്കെ ഞാൻ കുറഞ്ഞത്. ഞാൻ ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഞാനത് എന്താ പറയുക കുറച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഇനി 2 കിലോനും കൂടി കൂടിക്കഴിഞ്ഞാൽ എൻ്റെ പഴയ തൂക്കത്തിലേക്ക് തന്നെ വരും. ഇപ്പോൾ എന്താ പറയുക 50 ചില്ലറയുള്ളത്. ഞാൻ 54 കിലോനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഹൈറ്റിന് ഈ വെയിറ്റ് ഒക്കെയാണ്. പക്ഷെ എന്നാലും യാത്ര പോയെന്നുള്ള വെയിറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതെന്താ? എന്തോ ചാതനം. എൻ്റെ ചാതനം കേൾക്കുമ്പോൾ ബാബു ഓടിച്ചിട്ട് ഓരോ ഡയലോഗ് കേൾക്കാം. ഇതതിനകത്ത ചാതനോ? വേറെ ചാതനോ? നച്ച ചായ കുടിക്കട്ടോ കേട്ടോ. താറ്റാ അവളിവിടെ എന്തോ കൊണ്ടെന്ന് വെച്ചു. ഇതെന്താ? എന്തിനാണ്? എന്തിന്? മരുന്നുണ്ടാക്കാനോ? ആരോ കുറച്ച് കൊടുന്ന്? അനക്ക് അറിയില്ലേ തുളസിയൊക്കെ? അച്ഛമ്മ പോവാണ്. അപ്പത്തിന് മുന്നിൽ കയറിയിരുന്നു അല്ലേ? വണ്ടി വീണ്ടും കഴുകാനായി. ഇടയ്ക്ക് 2-3 മഴ പെയ്തോണ്ടേ. ആദ്യം നീച്ച ഈ വെള്ളക്കുപ്പികൾക്ക് വെക്കട്ടെ. വെള്ളക്കുപ്പി വെക്കണം. അവിടെ നിന്നോ, പൊന്തിച്ച് പിടിച്ചോ. ഇല്ല. ഓക്കെ. അടിച്ചു. അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. കയ്യമ്മിൻ്റെ പേര് മൈലാഞ്ചി കൊണ്ട് രാജ്. അതെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് തുടർന്നും വേണം. അങ്ങാടിക്ക് പോകണം പോലെ. വരുന്നത് സെക്കൻഡ് ഗ്യാപ്പിൽ ഇരിക്കണം കേട്ടോ. യാസർക്കാണ് മുന്നിൽ. അപ്പോൾ
ഇവിടെ ഒരു 3 ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടൂർക്കാരുണ്ട്, അതുപോലെ തന്നെ നാസറാക്കുണ്ട്, മണിയാട്ടുണ്ട്. സൊറ പറഞ്ഞിരിക്കുക, ഞാൻ അത്രയും നേരം ന്യൂസ് കാണാമായിരുന്നു. അറ്റാക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അതായത് സംസാരിക്കാനല്ല, അപ്പോൾ ഞാൻ രാവിലെ വന്നാദ്യം ന്യൂസൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. ഇനിയിപ്പോൾ ഓരോരുത്തർ പോയിക്കട്ടെ കുറച്ച് നേരം. 9 മണിക്ക് വന്നത്, 9:45. ഇപ്പോൾ ഇന്നേക്കാൾ മുന്നേ വന്നിട്ടുണ്ടാവും. ഇതുവരെ ലോക്കൽ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യുക, ഇത് ഓരോ ദിവസം പോകുന്തോറും അടിയിക്കടിയിക്ക ഓട്ടെ അടിയിക്കടിയിക്ക പോകും. ഇല്ലേ എടുക്കൂല, എടുക്കണില്ല. പറയ്, ധൈര്യം ഉണ്ടെങ്കിൽ പറയ്. എന്തേ നിങ്ങൾ എന്തോ ഒരു പീസ് അത് പറയാവുന്നാണല്ലോ. പറയ്. കണ്ടുല്ലേ ഇത്രയും നേരം നല്ല തള്ളേന് ക്യാമറ എടുക്കോ വെച്ച ആളാ. എന്നിട്ട് മറുപടി ഒന്നുമില്ല, ഒന്നും പറയണില്ല. അപ്പൊ ഡീസൻ്റായി ഇല്ല. മണിയായിട്ട് ഇന്നലെ നല്ല കളിയല്ലേന്നോ? 1000 റുപ്യ ഇന്നലെ 1000 റുപ്യ കൂടി നിങ്ങള്. ഇയാള് ഇന്നലെ 1000 റുപ്യ കൂടിയെന്ന് പറഞ്ഞു. അവരൊക്കെ മെയിൻ ഓട്ടക്കാരാണ്. അതിന് മണിയാട്ടിന് ആൾക്കാരെ ട്രിപ്പ് അല്ലാന്നാ പറയല് ഞങ്ങളോട്. വേറെ എന്തൊക്കെയാ കൊണ്ടുപോകലാണെന്നൊക്കെ. മറ്റില് സിമെന്റ് മണല് മണിയാട്ടിന് വേറൊന്നുണ്ട്. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് കൂട്ടേണ്ടി വരും, കുറക്കേണ്ടി വരും. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ മൂപ്പര് എത്ര പറഞ്ഞ അതിന്റെ പകുതിയൊക്കെ നമ്മള് തൊള്ളമണി എന്തൊക്കെയാ പറയാ മോനേട്ടാ. ഞാനാ ഫസ്റ്റ് സ്റ്റെപ്പ്. മോനെ ഞാൻ പറയല്ലേ. അപ്പൊ ഞാൻ അടുത്ത് ഞാനാട്ടാ മുന്നിൽ. എൻ്റെ കൈനീട്ടം എങ്ങോട്ടേക്കാകും എന്നുള്ളത് നോക്കട്ടെ. കൈനീട്ടം കിട്ടണം. ഞാൻ എപ്പോഴാണ് പോവാന്ന് അതും അറിയില്ല. ഏതായാലും കൊള്ളാം. ഇവിടെ ഇരിക്കുക, അങ്ങോട്ട് വെക്കുക, വിജനമായി കിടക്കുകയാണ്. ഇങ്ങോട്ട് വെക്കുക, ഇവിടെയും വിജനമായി കിടക്കുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നാൽ റായത്തായി. അതായത് കാലൊക്കെ മടക്കി സീറ്റിക്ക് മടക്കിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നാൽ റായത്തായി. നോക്കുക എവിടേക്കലേക്ക് കിട്ടേ. എല്ലാവർക്കും എത്താം. സമയം കുറേ ആയി. ഇപ്പോൾ ഇന്നലെ നമ്മൾ 9:15 ആകുമ്പോഴേക്ക് ട്രിപ്പ് എടുത്തു. ഇന്ന് നമ്മൾ 9:45 10 മണിയാകുകയാണ് ട്രിപ്പ് എടുക്കാൻ. കിട്ടി മക്കളെ, കിട്ടി. അങ്ങനെ നമ്മുടെ കൈനീട്ടം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇനി അങ്ങാടി. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് കൈനീട്ടം കിട്ടിയത് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് മഞ്ചേരി റോട്ടുമ്മക്ക് BMC ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത്. നമുക്ക് യാത്രക്കാരെ വല്ലാതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അവർക്ക് ഇഷ്ടമാവും എന്തൊക്കെ അറിയില്ലല്ലോ. ഞാൻ പിന്നെ അവരോട് ചോദിക്കാറില്ല. ഞാൻ പൊതുവേ എൻ്റെ യാത്രക്കാരോട് വല്ലാതെ സംസാരിക്കാതെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യാറ്. അതായത് ആളുകളൊന്ന് കയറി എന്ന് കരുതി അവരേത് മെൻറ്റാലിറ്റിയിലാവെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവർ വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോവാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദേഷ്യം അവരുടെ മനസ്സിലുണ്ടാവാം, സങ്കടങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ സന്തോഷത്തിലാവാം, എങ്ങനെയാവാം. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലാവണ്ടേ. അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ടേക്ക് സംസാരിച്ച് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് സംസാരിക്കാറുള്ളൂ. അതാരാണെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് സംസാരിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രക്കാരോട് ഞാൻ വല്ലാതെ വലിയ ടച്ച് ചെയ്യാൻ അങ്ങനെ കൊടുക്കാറില്ല. അതാരായാലും പിന്നെ എന്നെ അറിയുന്ന തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യും. ഏതായാലും അങ്ങാടി എത്തി. അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പോയി നോക്കാം. സ്റ്റാൻഡിൽ ബാക്കിൽ കൊണ്ടുവന്നിട്ടിരിക്കണം. ബാക്കിൽ സെക്യൂരിറ്റി വന്നത്. ഇവിടെ ഒരു മൂച്ചിയുണ്ട്. ആ ഒരു മൂച്ചിയിൽ മാങ്ങയുണ്ടോ സുല? മാങ്ങണ്ടോ? മാങ്ങണ്ടോക്കട്ടെ, ചിലപ്പോൾ ഉണ്ടാവുകയെ. കണ്ടോ ചാടി കിടക്കണം. നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ മാങ്ങ തിന്നാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു. അത് ഈ ഒരു മൂച്ചിമ്മന്ന് ചാടിയ മാങ്ങയാണ്. ഇതൊക്കെ മുറിക്കാൻ വേണ്ടി പോവാം. കംപ്ലീറ്റ് മുറിക്കാൻ വേണ്ടി പോവാണ്. ഇവിടേക്ക് ബിൽഡിങ് വരും. വല്ല പാമ്പുണ്ടോ നോക്കണം. മാങ്ങല്ല. ഇതുമ്മത്തെ മാങ്ങ കേട്ടോ നല്ല ടേസ്റ്റാണ്. ഇതുമ്മത്തേങ്ങാട്ടിലും ടേസ്റ്റാണ് അവിടെ ഉള്ളത്. അത് അവിടെ നിന്നൊക്കെ അപ്പുറത്തേക്ക് ചവിടുള്ളത്. വമ്പ മാങ്ങ, പുളിയില്ലാത്ത മാങ്ങ. ഏതായാലും മാങ്ങല്ലാത്ത സ്ഥിതിക്ക് തിരിച്ചു പോവാം. ഇൻസ്റ്റഗ്രാമിലേക്ക് ഇന്ന് വന്നൊരു മെസ്സേജാണ്. ട്രാവൽ ചെയ്യുവാനുള്ള പൈസ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന്. നല്ലൊരു ചോദ്യമാണ്. ഞാൻ പൈസ കണ്ടെത്തുന്നത്
ഞാൻ പറഞ്ഞില്ല ആദ്യകാലമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ കടം എടുത്തായിരുന്നു യാത്ര പോയിരുന്നത്. അതായത് എൻ്റെ കാലത്ത് നല്ലൊരു മാല ഉണ്ടായിരുന്നു, ആ മാല ഞാൻ വിറ്റ്, സ്വർണ്ണത്തിൻ്റെ മാല അത് വിറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടമെടുത്തു, ലോൺ എടുത്ത് യാത്ര പോയി. അങ്ങനെ ഇപ്പോൾ ആ ലോണൊക്കെ വീട്ടി കിടക്കണ്. അങ്ങനെ എൻ്റെ ചെറിയ സന്തോഷങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ചെറുതെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഉണ്ടാക്കി വെച്ച ചെറിയ ബാധ്യതകളാണ് ഇപ്പോൾ എനിക്ക് വില്ലനായിട്ടുള്ളത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഞാൻ യാത്ര ചെയ്തിരുന്നത് അങ്ങനെയാണ്, കടം വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് ബ്രോ ഞാൻ യാത്ര ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് ബ്രോ, നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കാണലുണ്ടോ അറിയില്ല, എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീപ്ലൈ തരുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ എങ്ങനെ യാത്ര പോകാനുള്ള പൈസ കണ്ടെത്തുന്നത്. എൻ്റെ ധൈര്യമാണ്, എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇതാണ്, ഈ വണ്ടിയാണ് എൻ്റെ ധൈര്യം. ഞാൻ ഇതുമെന്ന് എന്നെക്കൊണ്ട് വീട്ടാൻ പറ്റുന്ന കടങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ, അതിനൊതുങ്ങുന്ന യാത്ര ഞാൻ പോവാറുള്ളൂ. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ യാത്ര സ്റ്റോപ്പ് ചെയ്യാറാണ്. ഇപ്പം ഞാൻ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതി ഞാൻ യാത്ര നിർത്തിയെന്നല്ല, യാത്ര നിർത്തിയ സംഭവമേ അല്ല. ഇനി എനിക്കൊരു ടൈം വേണം, അപ്പോൾ ആ ഒരു ടൈം ഞാൻ ഇങ്ങനെ അതിന് വേണ്ടി ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. അതാവുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ഞാൻ യാത്ര പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷനുണ്ട്. അതായത് ഈ യാത്ര കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലിയർ ആക്കണമല്ലോ എന്നുള്ളത്. അത് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ 3, 4, 5, 6 മാസം ഞാൻ കഠിനാധ്വാനം ചെയ്യും, എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കും. വീണ്ടും ഞാൻ പൈസ സമ്പാദിക്കും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കടം വാങ്ങും, എന്നിട്ട് യാത്ര പോകും. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് യാത്രകൾ. അപ്പോൾ ആ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊക്കെ മാറില്ല. നമുക്ക് യാത്ര ഉണ്ട്, യാത്ര നമ്മൾ നിർത്തില്ല, യാത്ര എന്തായാലും ഉണ്ട്. ഈ ജൂൺ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത യാത്ര ഞാൻ ആരംഭിച്ചിരിക്കും, ഇതിൻ്റെ ഒരു വാശിയും കൂടിയാണ്. നിംസിക്ക് ഒരു ലോക്കൽ പോകുന്നതാണ്, ഓടിയാലും ഓടിയിട്ടില്ലെങ്കിലും ഡീസൽ അത് നമ്മൾ അടിക്കണം. പറയാൻ 2 ലോക്കൽ എടുത്തിട്ടുള്ളെങ്കിൽ സമയം 11:15 ഒരു 8:45 ഞാൻ 2 ദോശയും ഒരു ഇഡലിയും കഴിച്ചതാണ്. ശീലം എനിക്ക് വീണ്ടും വിശക്കും ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ ഹോട്ടലിലേക്ക് പോവാം. ആരെങ്കിലും കിട്ടുമോട്ടെ പെയിൻ്റ് അടിക്കുക, വണ്ടൂർക്കാരൻ ഷേബാക്ക ഉണ്ടാവും. ഇതാ ഹറാം പറഞ്ഞോ പെയിൻ്റാ? ഇല്ല, പെയിൻ്റ് അടിക്കണില്ല, നിർത്തിയോ? ബീഫോ റിച്ചായോ? നമ്മളാ അതിഥി ഉണ്ടാവോ? അതിഥി ഇല്ല, ഞാൻ പോയോ കേട്ടത്. ആ ഒരു പൊറാട്ട പെയിൻറ്റ് നമ്മൾ പറയൊന്നും വേണ്ട, അവർക്ക് ശീലമായി. ചായ ഉണ്ട്, എന്തൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ, അല്ല ചിക്കനല്ല. അയ്യോ ചൂട് പെരും ചൂടാണ്. അവിടെയാണെങ്കിൽ റോട്ടും വന്ന് ഇങ്ങോട്ട് ചൂട് കയറും ചെയ്യും, സിറ്റൗട്ടിലൊന്നും ഇരിക്കാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ഉച്ചവരെയുള്ള അധ്വാനം നിർത്തിയിരിക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കുക 2 മണി കറക്റ്റ്, 2 മണി കറക്റ്റായിരിക്കുവാണ്. ഉച്ചവരെ നമ്മൾ എത്ര പേർക്ക് കൂടി നോക്കണം. ഉച്ചവരെ നമ്മൾ 50, 52, 7, 2, 9, 10, 20, 30, 300 രൂപയ്ക്കാണ് ഓടിയത്. 300 രൂപ ഓടി, പൂർണ്ണത്തേക്ക് പോയി കയറിയിട്ടില്ല. അപ്പോൾ ഉച്ചവരെ നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റിലൊക്കെ പറഞ്ഞില്ല, ആ 2 ലോക്കലൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ അറിയാതെ നമ്മൾ ഓടിയിട്ടോ. കുട്ടികളില്ല അവിടെ, അവർക്ക് അംഗനവാടിയിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ല രാവിലെ. കറി ഇന്ന് അതിൽ ഒരു മീനുള്ളല്ലോ, ഒരു മീനുള്ളൂ. പിന്നെ മഴകാട് ഇവിടെയാണെങ്കിൽ ലൈറ്റ് ഇല്ലാതെ ഒന്നും കാണൂല. പയർ, സ്രാവോ, ഉണക്കലാണ്. ഓക്കെ. അപ്പോൾ കറിയായിട്ടൊന്നുമില്ല. കറിയായിട്ട് രാവിലെ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കൂട്ടുന്നത്, സാമ്പാർ, ചോറ്. എന്നാൽ പിന്നെ ഞാൻ ചോറിൻ്റെ ഇറങ്ങാം. കുറച്ച് കഴിയും, 3 മണിയൊക്കെ പോയാൽ ചൂടത്ത് വയ്യ നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. മുഖമൊക്കെ വാടുവാണ്, ക്ഷീണിക്കുവാണ് നമ്മൾ ഭയങ്കര. അതാണ് രാത്രി വന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ എണീക്കാത്തതാണ്. നമുക്ക് ഈ ചൂടെ തന്നെ ഉറങ്ങാനും പറ്റണില്ലല്ലോ. അപ്പോൾ നേരം വൈകിട്ടാണ് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ രാവിലെ ആകുമ്പോഴേക്കാണ് പിന്നെ കുറച്ച് സുഖത്തിൽ ഉറങ്ങാൻ വേണ്ടി പറ്റുന്നത്. നേരം ആകുമ്പോഴേക്ക് നീക്കാനുമായി. അതാണ് എന്നും നേരം വൈകുന്നത്. ചെങ്ങന്മാരെ കയ്യിൽ ഉറുമ്പ് അടിക്കുക, അങ്ങനെയുണ്ടോ? ഇത് ഉറുമ്പ് അടിച്ചതാണ്, ഇത് ഉറുമ്പ് അടിച്ചതാണ്. ഇപ്പോൾ വണ്ടി തള്ളുമ്പോഴാണ് ഇവിടെ നമ്മൾ കൈ വെച്ച് തള്ളാം. അതിൻ്റെ ഉള്ളിൽ മാത്രം ഉറുമ്പാണ്, കടിക്കണ ഉറുമ്പ്. എന്നിട്ട് അത് ഇവിടേക്ക് വരിക, എന്നിട്ട് ഇവിടെ നിന്ന് എൻ്റെ കയ്യിന് കടിക്കുക, ഉണ്ടാവുള്ളൂ.
നല്ല കടി അടിച്ചു. പെരുങ്കടി ബാലൻച്ച. തൊട്ടാ പൊള്ളണ വെയിലത്ത് ചെങ്ങന്മാരെ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്നേട്ടാ. ഞാൻ മാത്രമല്ല, എല്ലാവരും വണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്നതാണ്. മുഖമൊക്കെ വാടി, മുഖത്തൊക്കെ വിയർപ്പ് വന്ന്. മോനേട്ടനൊക്കെ കുഴങ്ങിയോ? എത്രയായി? 7 5 4 എല്ലാവർക്കും മോശം, പെരും മോശം. ഇന്നലെ മണിയാട്ടം പെരുവോട്ടോടി 1000 റുപ്യ. ഇന്നലെ എല്ലാവർക്കും മോശം. ഓരോ ലക്കാണല്ലേ? ഇന്നൊന്ന് 1000 ആവൂലേ? 1000 കാലം മറന്നിട്ട് ഞാൻ എന്താണ് ടൈം പാസ് ആണുള്ളത്, പണിയല്ല. നല്ല വരുമാനമുണ്ട്. ഞങ്ങളെ സ്റ്റാൻഡിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ മൂപ്പരെയും കൊണ്ടുപോയാണ് തീർക്കല്. മൂപ്പരെ കണ്ടാൽ തന്നെ ആൾക്കാർ പ്രശ്നമൊന്നും വേണ്ടായിരിക്കും. നിങ്ങളത് ഇറങ്ങിയിരിങ്ങളെ. അതെ, എന്താണ് എന്ത് കച്ചറുണ്ടെങ്കിലും ഞങ്ങളാ മുന്നിക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഞങ്ങൾക്ക് ആകെയുള്ള ഒരു അത്താണിയാണത്. മറയില്ലാതെ നിൽക്കും. ഇപ്പൊ മറയില്ലാതെ നിന്ന്, അതും മറയില്ലാതെ നിന്ന് നോക്കി. തേങ്ങമാരെ പൊടിക്കാറ്റ്, മഴ അതാ വരുന്നു. നല്ല ഇരുണ്ട് മൂടിയിട്ടുണ്ട്. ഞാൻ 2ാമത്തെ വണ്ടി കേട്ടോ. ഏത് നിമിഷവും പെയ്യാനൊരുങ്ങി നിൽക്കുന്ന മഴയാണ് മക്കളെ, മഴയാണ്. ചെറു തുള്ളികളൊക്കെ വീണ് തുടങ്ങി. റോട്ടിലൊക്കെ വെള്ളത്തുള്ളികൾ ചാടി തുടങ്ങി. എന്താവും? ഏതാനും നിമിഷങ്ങളിൽ മഴ പെയ്യുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പെയ്തു മക്കളെ, പെയ്തു. അടാറ് മഴ. മഴ ചെയ്താ നല്ല മഴയാണ്. പക്ഷേങ്കിൽ ഇടിയില്ല, കാറ്റില്ല. അതിനൊക്കെ ചെറിയൊരു ആക്കമുണ്ട്. എന്നാൽ നല്ല കറുത്തിരുണ്ട് നിൽക്കുവാണ്. ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതിഗതി പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട്. അതിൻ്റെ ആ ഒരു വരവേ അടിപൊളിയായി. അവിടെ നിന്ന് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. വെള്ളം മഴയത്ത് ഡ്രൈവിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓട്ടോ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ ഈ സൈഡും കൂടി കറക്റ്റിനിടണം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വണ്ടി തള്ളൂല. ഇനി ലൈനിൽ ഇങ്ങനെ സ്റ്റാർട്ടാക്കി ഇടുള്ളൂ ഞങ്ങൾ. പെരുമഴ. ഈ ഓട്ടോറിക്ഷൻ്റെ ഒരു വേറെ പോരായ്മയാണത്. ഈ വൈപ്പർ ഉണ്ടല്ലോ, വൈപ്പർ സ്പീഡ് പോരാ. അത് നല്ലൊരു മഴ പെയ്താൽ ഈ സ്പീഡ് കൊണ്ടൊന്നും കാര്യമില്ല. അത് ഭയങ്കര പോരായ്മയാണ്. അങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട് ഓട്ടോറിക്ഷയ്ക്ക്. പറഞ്ഞു തരേണ്ട വഴിക്ക്. അപ്പോൾ നമ്മൾ സേഫായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ 2 സൈഡ് കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ ഈ മഴയെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നാണ്ടല്ല വണ്ടി പോകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയാണ്ടൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ മുന്നത്തെ വണ്ടിയിലെ ഡ്രൈവർ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ വേണ്ട സീറ്റൊക്കെ ആകെ നനഞ്ഞു. ഞാനൊക്കെ തുടക്കട്ടെ, അല്ലെങ്കിൽ യാത്രക്കാർ നനഞ്ഞു എന്ന് പറയും. ബ്രേക്ക് വിളിച്ചാണ്ട് ഒരു ചായക്ക് പോവല്ലേ, ഒന്ന് ചായ കുടിക്കാം. മഴയൊക്കെ ചെയ്തല്ലോ, പൊളിക്കും. ഓൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ക്ലാസ്സിലൂടെ കാണുന്നില്ല. അപ്പോൾ ഞാനിവിടെ കർട്ടൻ തുറന്നതിലെങ്ങനെ മഴ കൊള്ളാതെ എങ്ങനെയൊക്കെ പുറത്തേക്ക് പോയി അവൻ്റെ വണ്ടിയിൽ പോയി കയറണം. നോക്കണം. അഖിലുണ്ടോ? ഈ നേരത്തെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതെന്താ? പറയുടെ ചെങ്ങായി ആ ഫീല് പറയും. എനിക്കറിയില്ല ഫീൽ. ഒരു ഉന്മേഷം കിട്ടും, കുടിക്കട്ടെ, ഒരു ഉന്മേഷം കിട്ടും. ഓനെന്താ പുകടയാണ് പോലെ. 2 ചായയും ഒരു പുകടയും ഒരു ഉള്ളിയോടെ വരട്ടെ ഇങ്ങോട്ട്. വണ്ടിക്ക് വരട്ടെ. എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണല്ലോ, വണ്ടിയിൽ തന്നെ ഒത്തിരിക്കാം. മഴയാണ് വരുന്നുണ്ട്. ചായ 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 എന്താലേ ഇച്ചൊന്നും വാങ്ങാൻ പറ്റുള്ളൂ. അനക്ക് പോവാടെ കേട്ടോ, പോവാടെ 2 പോവാടെ. ഓക്കെടാ. ഇതിനിടക്കിടക്ക് ഇവിടുന്ന് പൂട കഴിക്കണല്ലേ, കിട്ടില്ല. പൂടയൊക്കെ മധുരല്ലേ. തേങ്ങ പഞ്ചസാര അല്ലേ? അടിപൊളി.
ഇന്നത്തെ ഓട്ടോ പരിപാടി ഏകദേശമൊക്കെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. 6:45 സമയമായി. ഏറ്റവും ബാക്കിലാണ്. ഇപ്പോൾ ഒരു 130 റുപ്യൻ്റെ ട്രിപ്പ് പോയി. മഴ പെയ്ത് എല്ലാവരും കർട്ടനൊക്കെ മടക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മഴക്ക് പോയി ഒരു സൈഡ് കർട്ടുണ്ട്, അത് ഊരിയില്ല, അത് ഊരണം. ചെങ്ങന്മാരെ ഒരു ട്രിപ്പ് കിട്ടിയതാ മക്കളെ. ഉള്ളേരിയ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു. ഇപ്പോൾ അടുത്തൊന്നും ഞാൻ പോന്നിട്ടില്ല. 2 സൈഡും റബ്ബറാണ്. അത് ഡാർട്ട് റോഡൊന്നല്ല കേട്ടോ, ഉള്ളിലേക്ക് കുറേ കയറി പോന്നിട്ടുണ്ട്. പൂരാടാണ് സ്ഥലം. പൂരാട് എന്ന് പറഞ്ഞാൽ പൂരാട്ടിൽ നിന്ന് കുറച്ച് പോയിട്ട് പനമ്പൂരിൻ്റെ സ്കൂളിൻ്റെ കടം തിരിഞ്ഞ് പോകുന്നതാണ്. പൂരാട് നമ്മൾ ഒരുപാട് ചെക്കന്മാരുണ്ട്. അതിൻ്റെ വണ്ടൂരിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് പൂരാട്ടുകാരാണ് കണ്ട് സൗഹൃദം പുതുക്കാറ്. എന്തായാലും പൂരാട്ടിലേക്കാണ് കിട്ടിയ ട്രിപ്പ്. 220 രൂപയുടെ നല്ല ട്രിപ്പായിരുന്നു. ഏതായാലും ഇനി വീടാണ്, നാടാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടേ വാങ്ങിക്കാം. പക്ഷേ ഇത് കണ്ടങ്ങൾ ഇതാണ് ഒരു ഓട്ടോക്കാരൻ്റെ മറ്റൊരു എന്താ പറയുക രസം എന്ന് പറയുന്നത്. ഫുള്ള് ഇരുട്ടാണ് ഈ കാരം. 2 സൈഡ് റബ്ബറാണ്. അങ്ങനെ പതുക്കെ ഇങ്ങനെ പോവാം. വല്ല പന്നിയോ വല്ല പ്രേതോ ഉണ്ടെങ്കിൽ ഒരു കൂട്ടാവും. പന്നിയും പ്രേതമൊന്നും ഉണ്ടാവില്ല. പന്നി ഉണ്ടാവും, പ്രേതമൊന്നും ഉണ്ടാവില്ല. പന്നി ഉണ്ടാവും. ശ്രദ്ധിച്ച് പോകണം. ചെങ്ങന്മാരെ അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഞാനപ്പം പോയില്ല ഉള്ളിലേക്ക് പോയപ്പോൾ ഒരുപാട് 2-3 പോക്കറ്റ് റോഡ് നമുക്ക് ഉള്ളിൽ മാറി കയറാണ്ട്. ഉള്ളിൽ 2-3 പോക്കറ്റ് റോഡ് മാറി കയറാണ്ടായതുകൊണ്ട് ഞാൻ കയറി പോയപ്പോൾ നമ്മുടെ കസ്റ്റമർ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് ഞാനങ്ങനെ ലാൻഡ് മാർക്കൊന്നും ഞാൻ ഓർത്ത് വെച്ചില്ല. ഒരു ലാൻഡ് മാർക്ക് ഞാൻ ഓർത്തിട്ടില്ല. ഇന്ന സ്ഥലത്ത് തിരിഞ്ഞു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തിരിഞ്ഞു എന്നുള്ളത് ഓർത്തില്ല. വലത്തെ ഭാഗത്ത് തിരിഞ്ഞു എന്നുള്ളത് 2 പ്രാവശ്യം ഓർത്തു. അത് ഓർമ്മയിലുണ്ടായിരുന്നു. റിട്ടേൺ പോന്നപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൽ തന്നെ തിരിച്ചു പോന്നു. ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതായത് നമ്മളൊരു രാത്രിയാണ്, നമുക്ക് മര്യാദയ്ക്ക് ലാൻഡ് മാർക്കൊന്നും നമുക്ക് ആ പ്രദേശമൊന്നും മര്യാദയ്ക്ക് കാണില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് ആ ഒരു വഴി ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോരാൻ വേണ്ടി സാധിക്കും ഞങ്ങൾക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഒരുപാട് വട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം. ആരും ഉറങ്ങിക്കണമെന്ന് പറയാൻ പറഞ്ഞിരിക്കണം പോലെ. ഓ ഉറങ്ങിയോ? ഉറങ്ങിയിട്ടില്ല. ഇതില് 6 മുട്ടയുണ്ട്. മുട്ട ഉണ്ടായില്ലേ? ഇതെന്തൊക്കെയാ പറഞ്ഞേ? മുട്ടയും പിന്നെ ഐസാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇനി എന്താ പറയാ, അമ്മച്ചൻ്റെ തന്നെ കൊടുക്കുള്ളൂ. വീട്ടിലേക്ക് എത്തി. അപ്പോൾ പിന്നെ ഇനി ഇന്നത്തെ പരിപാടി അവസാനിച്ചു. ഇന്നത്തെ റുപ്യ കൂടി നോക്കണം. നോക്കട്ടെ കേട്ടോ. ഞാൻ കണക്കൂട്ടുമ്പോൾ ഇന്ന് നമ്മൾ 840 രൂപ കൂടി. ഇവർ രണ്ടാളും അമ്മ ഒരൊറ്റക്ക് തിന്ന, അച്ചക്ക് തരാതെ. ഇല്ലല്ലോ, വേണ്ട. രസമുണ്ടത്. അത് പുതിയതാണ് പോലോ, പുതിയതാണത്. ആയിക്കോട്ടെ, എന്നാ ശരി. അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അല്ലേ?